നിങ്ങൾ പറഞ്ഞ വിലക്ക് ഞാൻ പൈസ തരൂല. കാരണം നാളത്തെങ്ങാട്ടും പൈസ നന്നായിക്കണേ. അപ്പുട്ടി ആ പറഞ്ഞ വിലക്കല്ല ഞാൻ കൊണ്ടുപോണ്ടത്. അതിലേറെ കായ് കൂട്ടിത്തരാം. ഇച്ചറിയില്ല പൈസ നന്നായിക്കോന്ന് ചേർപ്പ് പിടിച്ചേക്കണമെന്നൊക്കെ. പിന്നെ ഇച്ചും വേണം കൊണ്ടുപോയിട്ട് എത്തിയാലേ കിട്ടുക. തോന്നൊന്നും വേണ്ട. ഒരു 10,000 വെച്ച് കിട്ടണ്ടേ. അപ്പൊ ഞാൻ സംഖ്യ ഇപ്പൊ അഡ്വാൻസ് തരാം. ബാക്കിയാണേ മറ്റന്നാളെ കൊണ്ടുപോകുമ്പോ തരണ്ട് കേട്ടാ. അല്ലല്ല പൈസ എടുക്കാൻ പറ്റേ. നിങ്ങൾ എത്ര രൂപ കണ്ട വില? അതൊക്കെ ഒരു സംഖ്യ കൂട്ടിക്കാണ് ഞാൻ അത് തരും. അത് തരുമ്പോ നിങ്ങൾക്ക് കാണാം എത്ര ഉണ്ട് എന്നുള്ളത്. അന്ന് പറഞ്ഞില്ല 1000 റുപ്യ. 1000 റുപ്യ കൂട്ടിക്കാൻ എനിക്ക് വേണ്ട. 40,000 റുപ്യ ഇട്ടാണ് എന്റെ പൈസനെ. ഇത് 40,000 റുപ്യ കൊള്ളാൻ വേണ്ടിയുള്ള വിലല്ല പറയേണ്ടത്. അപ്പൊ അത് കൊടുക്കുകയാണ് 36,000 റുപ്യ മോളുള്ളൂ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്താൽ നമ്മളെ ലോകത്തിന് മുകളിൽ ഒരു 38,000 റുപ്യ അപ്പൊ എനിക്ക് തരുന്നുണ്ട്. അതിന് സമ്മതിച്ചണം. ഇത് 1000 ഉള്ളൂ. ഞാൻ കൊണ്ടുപോകുമ്പോഴേ ബാക്കി തരാം ഏട്ടാ. അയാൾ തിരുപ്പതിപ്പെട്ടിട്ട് എനിക്ക് തരുന്നത് കൊണ്ട് 10,000 കിട്ടുവാക്കാനല്ലേ. 38,000 എനിക്ക് തരാൻ പോതില്ലായിട്ടല്ല. എന്റെ പെണ്ണുങ്ങൾ സമ്മതിക്കൂല. ഓളല്ല നോക്കേണ്ടത്. ഞാൻ പണിക്കൊക്കെ പോകേണ്ടതാണ്. അപ്പോഴേ ഞാൻ വാങ്ങിക്കണമെന്നേ ഓളോട് ഞാൻ പറഞ്ഞോളാം. പിന്നെ പോരാത്തുണ്ട് നോക്കി ഒരു 200 റുപ്യ കുട്ടിയാക്കി ഞാൻ കൊടുക്കും കേട്ടാ. അപ്പൊ കബൂൾ ചെയ്യാൻ വാങ്ങിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ തന്നു ഞാൻ കുട്ടി കേട്ടാ. കുഞ്ഞുട്ടിയെ ആ ബാക്കിലെ 2 ടയർ റസൂൾ ചെയ്യാനേക്കണ്. ആ മൈസൂർക്ക് പോയപ്പോ ആ ഡ്രൈവറോട് ഞാൻ പറഞ്ഞാൽ നേരാക്കി പോവാൻ. ഓനത് കേട്ടില്ല. ഇങ്ങനത്തെ ഓരോരോ ഡ്രൈവർമാരെ കൊടുന്ന് കേറ്റിയാലേ ഇത് തച്ചു വെച്ച് ഇരുമ്പേർക്ക് കൊടുക്കേണ്ടി വരും. ഇത് യാത്രക്കാരായിട്ട് പോണതാണ്. വല്ലതും സംഭവിച്ചാലേ നമ്മൾ അതിന്റെ സമാധാനം പറയേണ്ടി വരും. ഇപ്പൊ ഓലാരും അങ്ങനത്തെ ഡ്രൈവർമാരൊന്നല്ല. രാത്രി 2-2:30 വന്ന് സൈഡാക്കിയതാണ്. നീ ഓലിപ്പോ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ഒക്കെ ചെക്ക് ചെയ്ത് റെഡിയാക്കൂല. അന്നെ നോക്കാൻ ഏൽപ്പിച്ചപ്പോഴാണ് ഈ വണ്ടികളൊക്കെ ഈ കോലത്തിലായത്. ഇപ്പേ 12 വയസ്സാവുമ്പോ പെട്രോൾ ജീപ്പിൽ കിലോമീറ്ററായിട്ടാണ് കാര്യക്കാണ്ട് അത് തുടങ്ങിയതാണ് പെട്രോൾ ജീപ്പ്. ഒരമ്മോൻ കാക്ക വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വണ്ടി വെച്ചിട്ട് വന്നു. അയിമാണ് കാര്യക്കാട് പഠിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പിന്നെ ലൈസൻസ് എടുക്കാനാവുമ്പോൾ ലൈസൻസ് എടുത്തു, ഡ്രൈവറായി, അങ്ങനെ ഒക്കെ ചെയ്ത് ക്ലിയറായി പോന്ന ആളാണ് ഞാൻ. ഇപ്പൊ എന്നെ കൊണ്ട് പഴയമാതിരി ഓടാനും ചാടാനും മണ്ടാനും വെജാത്തോണ്ടാണ് ഇത്ര വലിപ്പമുള്ള അന്നതാക്കിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളാ പഴയ കഥ പറല്ലേ. ഞാൻ ചെറുപ്പം മുതലേ കേൾക്കാൻ തുടങ്ങിയതാണ്. ഇനി ഞാൻ എല്ലാം മട്ടത്തിൽ ക്ലിയർ ആക്കി കൊണ്ടുവന്നോളാം. അജര എത്ര ബാപ്പി മോനും ഇങ്ങനെ പറയണു. കുട്ടിയാൾക്ക് ഒരു ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. പിന്നെ ഞാൻ വന്നതേ ഞാനിപ്പോ ഏർവാടി നാവൂരൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നല്ലോ. അതിനിപ്പോ 40 ആളോളം അയക്കണു. ഒരു 5-8 ആൾക്കാരെ കമ്മിയുള്ളൂ. 5 ആളിപ്പോ ഏകദേശം പോരാന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. ഒരു അഡ്വാൻസ് ഒന്നും തന്നിട്ടില്ല. പിന്നെ ഇപ്പൊ ഒരു 3 ആളെ കമ്മി ഉണ്ടാവുള്ളൂ. അപ്പൊ ആ വണ്ടി അന്നേക്ക് നിങ്ങളൊന്ന് തരണം. നിങ്ങൾ എല്ലാ മാസവും വീരാക്ക പോണതല്ലേ. 40 ആളയച്ചാലും നിങ്ങൾ പെക്കോളേ. അതിൻ്റെ വകുപ്പൊക്കെ ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടേ വണ്ടി ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. ഇത് ഓടിക്കൊണ്ടിരിക്കണം. ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. 40 ആളായാലും നിങ്ങളിപ്പോൾ അത് പോകാൻ സമ്മതിച്ചു. കഴിഞ്ഞ മാസം ഞാൻ പോയിൽ 3 ആളെ കമ്മി ഉണ്ടായിരുന്നു. പൈസ ഞാൻ ചെക്കൻ്റെ അടുത്ത കൊടുത്തത്. അപ്പോൾ ഓനെ ഇങ്ങനെ പിറുപിറുക്കുണ്ട്. ഓൻ ആ പൈസ തികഞ്ഞിട്ടില്ല എന്നുള്ളൊരു തോന്നൽ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിങ്ങളോട് ഇത് പറയാനുണ്ടായത്. ചെക്കന്മാരതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട വീരാക്ക. നിങ്ങൾ പോലത്തെ ആൾക്കാരുണ്ടായതുകൊണ്ടാണ് ഈ പരിപാടിയൊക്കെ നടക്കേണ്ടത്. ഓൽക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. എന്നാൽ ഏതായാലും നിങ്ങളെ മറ്റന്നാളേക്കേ നല്ലൊരു ഡ്രൈവറേയും ക്ലീനറേയും ആക്കിക്കാളി. ഇന്നാൾ പോന്ന ആ ഡ്രൈവർ പോരണ്ട. ഓന് വലിയൊരു ചൊക്കിച്ച് പോരാ. ഈ പെണ്ണുങ്ങളാണ് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. എന്നാ ഞാൻ പോട്ടെന്നാ. അസ്സലാമു അലൈക്കും. അലൈക്കും. ആന്റിന്റെ സ്പെല്ലിങ് പറഞ്ഞ വെരി ഗുഡ്. ഇനി എഴുതേ വായിച്ചെഴുതേ. ആപ്പിളിന്റെ സ്പെല്ലിങ് പറഞ്ഞു എഴുതേ. വെരി ഗുഡ്. ഇനി ആക്സ്. റീതുവാ ഇതിങ്ങനെ തല മാന്തിക്കാണ്ട് ഇങ്ങനെ ഇരുന്നോ. ആ പേന്റെ മരുന്ന് എന്റെ പനോട് എന്ന് കൊണ്ടുവരാൻ പറഞ്ഞിക്കണു. ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ. ഉമ്മന്റെ എഴുതി കഴിഞ്ഞുകൊണു. പയിച്ചിട്ട് വെച്ച ചോറാമ്പിക്കാണേ
പിന്നെന്താ കൂട്ടാന്? ചോറ്റിന് കൂട്ടാനേ മീനുണ്ട്, പയറുപ്പേരി ഉണ്ട്. ഇങ്ങോട്ട് പോരാൻ വളമ്പി തരാം. എന്നും ഈ പെരി മീനെന്നെ ഉള്ളു. എന്താ വന്ന് ചിക്കൻ കൊടുന്നാല്? എന്റെ വാപ്പാക്കേ മീൻ കച്ചവടാണ്, അല്ലാതെ ഇറച്ചി കച്ചവടം ഒന്നല്ല ചിക്കൻ കൊണ്ടുവരാന്. ചിക്കൻ ഇല്ലെങ്കിലും വണ്ടിയില്ല. സ്കൂളിലെ വാർഷികം വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒപ്പനക്ക് പേരെടുത്തുക്കണു. ഡ്രസ്സും വേണം, പിന്നെ പഠിപ്പിച്ചതിന് പൈസയും വേണം. 1100 റുപ്യ വേണം. അത് ഏതായാലും വേണട്ടോ. ഇപ്പാനോട് പറഞ്ഞോണ്ട് നിങ്ങള്. ഇജ്ജ് എന്തിനാ ഇപ്പാനോട് ചോദിച്ചാതെ പേരെടുത്തത്? ഇപ്പാന്റെ സ്വഭാവം എനിക്ക് അറിയില്ലേ? എന്റെ ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാരികളും ചേർന്നുകൂടി ഞാൻ ഒറ്റായിട്ട് ഇങ്ങനെ ഇരിക്കേ. ഏതായാലും ഇപ്പാന്റെ അടുത്ത് ഇജ്ജനെ ചോദിച്ചു വാങ്ങിക്കോ. ഞാൻ ഏതായാലും ചോദിച്ചാനൊന്നും പോകില്ലട്ടോ. പിന്നെ എന്റെ അടുത്ത് എടുത്തു തരാനേ, ഞാൻ പണിക്കൊന്നും പോണില്ലല്ലോ. ഇജ്ജിങ്ങനെ നോക്കിയിരുന്നട്ടല്ല പഠിച്ചടി. മാമുട്ടിയെ, അന്റെ ഈ കന്നു കച്ചവടത്തിൽ ഇനിയും കൂട്ടുവോ? എത്ര ആളോട് ഞാൻ പണി ചോദിച്ചു, എന്നോട് എത്ര ചോദിച്ചു. പെണ്ണുങ്ങളും കുട്ടികളും പെരിയുന്ന ചീത്തറയാണ് ഒരു പണിക്ക് പോയിട്ട്. ഈ പീഡിയോ കൊലയമ്മ ഇരുന്ന് കുണ്ടിമ്മ തേമ്പായിക്കൊണ്ട് ചങ്ങ ഒരു മനുഷ്യനോട് പറയാൻ പറ്റപ്പോ. പൊന്നാന മേദീനെ ഇജ്ജിപ്പോടെ വന്നു ആ മൂരിക്കുട്ടി തൂർന്നെടുക്കാണെങ്കിൽ മണ്ടി. ഇതാണ് ഇപ്പൊ എന്റെ ധൈര്യം. നാക്കാണ് കേകേണ്ടി വരും, കഴിച്ചു കെട്ടേണ്ടി വരും, അതേമാതിരി വെള്ളം കാട്ടേണ്ടി വരും. ഒരുപാട് പണിയുണ്ട്. നമ്മൾ ഈ വെള്ളം വേണ്ടിയിട്ട് നടക്കാൻ കൊണ്ടച്ച് അത് കുറേ ആകാത്ത പണികളുണ്ട്, എനിക്ക് പറ്റാത്ത പണികൾ. അത് എന്നെ കൂടെ കഴിക്കൂല. ഇജ്ജതിന് മാണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. അതിൻ്റെ ചാണട്ടപ്പോ ഞാൻ പാഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പണിക്ക് കയറിയിട്ടില്ലല്ലേ എങ്ങായേ. ഇതിന് വരുമ്പോ ഞാൻ ഈ വെള്ളിയൊക്കെ ഒഴിവാക്കിയിട്ട് അതിനനുസരിച്ചേ വരുള്ളൂ. തൊള്ളപാടയോണ്ട് കാര്യമില്ല. അതിൻ്റെ ഇത് മുടക്കാൻ കായുണ്ട. ആന്തരികം തമിഴ്നാട്ടിലൊക്കെ പോയിക്കാണ്ടേ കന്ന് കൊണ്ടേണ്ടി വരും. അതിന് ഒരു 5 ലക്ഷമെങ്കിലും അതിന് മുടക്കാണ്ടെങ്കിൽ ധൈര്യത്തിലുണ്ട് ബാ. അതിൻ്റെ മേത് ചാണാവില്ല ചളിയാവൂല. 5 ലക്ഷം ഉണ്ടെങ്കിൽ മനസ്സിലായി ഞാൻ പണിക്ക് പോവോ? ഇന്ന ചീത്തറിന്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഞാൻ വരച്ച വരിയിൽ നിർത്തും. എനിക്കതിന് കജ്ജും. ഇത് കജ്ജിൽ കായില്ലാത്തോണ്ടാണ് ഇപ്പൊ ഈ ഇടങ്ങാറൊക്കെ. മുടക്കാൻ കായിന്റെ ഇപ്പൊ ഞാൻ മുതലാളി ആവൂലേ? ഞാൻ തന്നെ മുതലാളിയുടെ കാര്യസ്ഥനായിട്ട് നിൽക്കാണ്. ഇവിടെ സൂപ്പർ ബംഗാളിന്റെ 500 റുപ്യ എടുത്താൽ മതി. എത്രയും പേറിക്കോളും. വള്ളത്തിൽ തിന്നാനും കൊടുത്താൽ മതി. എന്നെ കിട്ടണോ? അനക്ക് ഞാൻ നല്ലൊരു പണി തന്നെയാണ്. നമ്മൾ അമ്മറാജി ഉണ്ടല്ലോ, മൂപ്പര് കുറെ ടൂറിസ്റ്റ് ബസ് ഉണ്ട്. അതിലേ ഈ യാത്രക്കാരൊപ്പം പോവുക. ഓർക്ക് ഹിദമത്ത് ചെയ്ത് കൊടുത്താൽ എന്താ? എവിടക്കാ പോണേ? ഞാനേ ആദ്യം നമ്മളെ ഓഫീസിൽ പോയിട്ടുണ്ട് വരികയാണ്. മറാജിന്റെ സിയാറത്ത് പോകുന്നുണ്ട്. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നാവൂര് മുത്തുപേട്ടൊക്കെയാണ്. 2-3 ആൾക്കാരെ കമ്മിയുണ്ട്. ഓലും കൂടി ഉണ്ടാക്കണം വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോരണോ? നിങ്ങൾക്ക് പോരാൻ പൂതിയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലല്ലപ്പ ഞാൻ. നല്ല മഹാന്മാരുടെ അടുത്തൊക്കെ പോയി വന്നാലേ ഈ ഒരു മനസ്സിലെ സങ്കടവും ഈ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് തീരും. ഇന്റെ ഒപ്പം ഒരു 2-3 വട്ടം പോന്നാ മതി. ഞാൻ തന്നെ ഇപ്പൊ എന്ത് റാഹത്തിലാണ് നടക്കേണ്ടത് അറിയാം. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കി. അല്ല തെത്തിപ്പോ മോതിരം ഒരു പോണ്ടല്ല എല്ലാ വിലമലും നിങ്ങൾ വിപ്പുണ്ടോ? എനിക്ക് മോതിരത്തിന്റെ കച്ചവടമൊന്നുമില്ല. നമ്മൾ സിയാറത്ത് പോകുമ്പോഴേ നമ്മളെ കൂടെ വലിയ പണക്കാരൊക്കെ ഉണ്ടാകലുണ്ട്. ഓല ബക മേടിച്ചതിൻ്റെയാണ്. വലിയ വിലയുള്ള സാധനങ്ങളൊക്കെയാണ്. അക്കീക്ക, യാക്കൂത്ത്, അങ്ങനെ പല ഐറ്റം ഉണ്ട്. ഇതൊക്കെ ഒരു ബർക്കത്തിന് വേണ്ടിയിട്ടുണ്ടാണ്. നിങ്ങൾ രണ്ടാളൊന്നും ഇപ്പൊ ഇത് ഇടൂലല്ലോ. ഞാൻ വർത്താനം പറഞ്ഞു നിൽക്കല്ല. പോട്ടെ, 2-3 ആൾക്കാരും കൂടി കമ്മിയുണ്ട്. അസ്സലാമു അലൈക്കും. ഈ വയസ്സുകാലത്തില് എവിടെല്ലാം എത്തിപ്പെടേണ്ടത്? ഒലക്കര മൂടാണ്. അയാൾ പേരെയും കൂടി നോക്കാതെ ഇങ്ങനെ നടക്കുകയാണ്. ആ മോതിരത്തിനൊക്കെ മറ്റുള്ളവർക്കൊക്കെ 20 റുപ്യക്ക് കിട്ടുന്നതാണ് തന്നെ. പിന്നല്ലാതെ കല്ലിനെ കുറിച്ചൊക്കെ നല്ല അറിയാം എനിക്ക്. അനക്ക് അയാളെ പറ്റി അറിയിട്ടാണ്. അയാൾ ആ ദർജിയിൽ എത്തണമെങ്കിലൊക്കെ കുറെ കാലം കഴിയണം. ഞങ്ങൾക്ക് നല്ല പൈസ ആ ബാഗിലൊക്കെ കണ്ടു. പൈസയാണത്. ആരും തട്ടിപ്പറിച്ച് കൊണ്ടിട്ട് തിരക്കിടില്ല വയസ്സുകാലത്ത്. അനക്കിപ്പോഴും നേരം പോത്തിട്ടില്ലേ? അയാളെ ബാഗിൽ അയാളെ പഴയ തുണിയും കുപ്പായും ഉണ്ടാവും. തിരുമ്പാത്തോണ്ട് മണക്കണിയും സെന്റും കുപ്പിയും വെച്ചിട്ടുണ്ടാവും. അല്ലാതെ ഒരു ഒലക്കി അതിലുണ്ടാവില്ല. അനക്കൊരു കുന്തും അറിയാം അയാളെ പറ്റി. അയാളെ ആദ്യം നമ്മൾ മുന്നിക്കൊക്കെ വരുമ്പോഴേ ഇത്രക്കുണ്ടായിരുന്നുള്ള ആ ഒല്ലി, ആ പച്ചൊല്ലി ഇപ്പൊ അത് ഇറങ്ങി ഇവിടെ എത്തിക്കണു. അതേ എവിടുത്തെ ഒല്ലിയാന്ന് എനിക്കറിയാം. അജ്മീറിന് കിട്ടി. എന്നോട് സ്വകാര്യം പറഞ്ഞു ഒരു ദിവസം. പൊന്നാറ മനുഷ്യ, അത് ദർജയും ഗൊർജിയൊന്നല്ല. അയാൾ ഇങ്ങനെ നടക്കല്ലേ. അപ്പൊ ഏതെങ്കിലും പീഡിയോ കൊലയുമ്പോ കിടക്കുമ്പോഴേ പുതക്കാൻ വേണ്ടി കുറച്ച് വലുത് വാങ്ങിയാണ്. അനക്കും കിട്ടിയത് ചെമ്മാട് പോയാല് 200-300 ഉറുപ്പ് കൊടുത്താൽ മതി. ഇജ്ജ് അയാളെ കുറ്റം പറയൊന്നും വേണ്ട. ഇപ്പൊ ഇജ്ജ് പെരിയിലേ പണി തരുന്നില്ലാതെ ആണ് ചെല്ലുമ്പോഴേ അന്നെ അവിടെ നാട്ടി ഇറക്കി വിടും. ആ സമയത്ത് അനക്കും ഇതേമാതിരി ബാഗും ഒരു ഒല്ലിയും ഒരു തൊപ്പിയൊക്കെ ഇട്ടിക്കാൻ നടക്കാം.
അത് നല്ല വരുമാനമുള്ള വകുപ്പാണ്. അപ്പം എനിക്ക് മനസ്സിലാവും. എന്താ 250 കടുകപ്പാര. മോനെ എത്ര ബസ് മീനുണ്ടോ? മീൻ കടുകപ്പാരുണ്ട്, ചെമ്മീനുണ്ട്, അയിലുണ്ട്, കൂന്തലുണ്ട്, പിന്നെ മുള്ളനുണ്ട്, ബത്തലുണ്ട്. നല്ല വലിയ ചെമ്മീനുണ്ട് ഞാനെ. ഇത് കൊണ്ടേക്കോ, 240 ഉറുപ്പിക ഉള്ളൂ. എത്ര അബ്ബാസ് ഇത്? ഇതൊക്കെ ചെറിയ ചെമ്മീനല്ലേ? ഇതുവരെ വലിയ ചെമ്മീൻ കണ്ടിട്ടില്ല. ടൈഗർ ചെമ്മീനാണ് വലിയ ചെമ്മീൻ. അയക്കൂറ് ആവിലൊന്നുമില്ല. അയക്കോറ ആവൂലൊന്നും ഇല്ലടാ. നമ്മളിവിടെ ഒന്നും വലിയ മീനൊന്നും പോകില്ല. ഈ സാധാരണക്കാരനല്ലേ 50 ഉറുപ്പികക്കും 100 ഉറുപ്പികക്കും മീൻ മേടിച്ച് പോകണ്ടല്ലേ. ഈ സാധാരണക്കാരെ കച്ചവടം മാത്രം നോക്കാൻ എന്നെ പോലുള്ള ആൾക്കാർക്ക് ഇത് വാങ്ങണ്ടേ? അപ്പോൾ കുറച്ച് വലിയ മീൻ കൊണ്ടുവരണേ. ഞാനിവിടെ ഒരാളെ കൂലിക്ക് ഈ വണ്ടിമ്മ പോകല്ലേ. അയാൾ എടുത്തുതന്ന സാധനം വിൽക്കാനല്ലേ പറ്റുള്ളൂ. പിന്നെ ഇതന്നെ ഇപ്പോൾ അയാൾ ഒക്കണില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ട്രോളിങ് ടൈമാണ്, മുഴുവൻ കടും കാര്യങ്ങളായിട്ട് അത് വേറെ കഥ. ഈ കാലാകാലം ഈ മീനേറ്റിങ്ങനെ തള്ളിക്കൂട് നടന്നു. ഞാൻ എന്നോട് പറഞ്ഞു നമ്മളാ ബിസിനസ് കൂടാൻ വേണ്ടിയിട്ട്. അതിനൊക്കെ വലിയ സംഖ്യ മുടക്കണ്ടേ. ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേന് 1000 ഉറുപ്പിക കൂലി വരും മൂപ്പര്. പെരയ്ക്ക് കൂട്ടാൻ വെക്കാനുള്ള മീനും തരും. അതിനെക്കാട്ടിയും വലിയ സുഖം തന്നെ അല്ലേ. ഈ ധീമത്തന്നെ എങ്ങനെ കെട്ടി പറഞ്ഞാലേ അങ്ങനെ തന്നെ എന്നും ഉണ്ടാവുള്ളൂ. ഞാനൊക്കെ നടക്കണില്ല. ലക്ഷങ്ങളാണ് വരുമാനം. അതൊന്നും നടക്കൂല മോനെ. ഞാൻ പോട്ടടാ. അപ്പം തന്നെ നേരം വയ്ക്കണം. അടക്കം ആൾക്കാർ കാത്തു കേൾക്കാരം. എനിക്ക് മീൻ എന്തെങ്കിലും വേണടാ. ഇന്നാലേ ഇപ്പോൾ കോട്ടക്കര മലപ്പുറമൊക്കെ പോകണം. എല്ലാം ചെമ്മീൻ നോക്കിക്കോ. അതെങ്കിലും അത് 2 കിലോ വെച്ചളാ. ഈ ചെമ്മീൻ ബിരിയാണിയൊക്കെ ഓക്കെ, ഞാൻ പോട്ടെ. ആ ഇന്നെന്താ യാത്ര ഉണ്ടോ? ആ കുട്ടി എന്നേ ഗുരുവായൂരും ചോറ്റാനിക്കരൊക്കെ ഒന്ന് പോകണം. നിങ്ങൾ ഇവിടുത്തെ പെങ്ങോടത്ത് പോയിക്കാരല്ലേ? ആ അവിടേക്ക് തന്നെയാണ് പോണത്. അളിയാനൊന്ന് കാണണം. അളിയനോ ഉണ്ടാവില്ല. ഓരോ ഗ്രൂപ്പൊക്കെ പാടി ഇന്നലെ ഏർവാടിക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ എപ്പോ വരുമ്പോഴും മൂപ്പര് സിയാർത്ത് ടൂറിലേക്കാരം. ഞാൻ ഏതായാലും മോളെയും കുട്ടികളെ ഒന്ന് കണ്ടാട്ടെ. ആ ഇക്കതിന് ഓർമ്മല്ല. നിങ്ങളെ മോളെയുള്ള അബ്ബാസ് കല്യാണം കഴിച്ചിരിക്കണല്ലേ? ആ ഞാൻ ഇപ്പൊ അബ്ബാസിന്റെ അമ്മോനുമാണ് അമ്മോസനുമാണ്. ആ നിങ്ങൾക്ക് ഇപ്പൊ 2 ബന്ധമുണ്ടല്ലോ. അല്ല നിങ്ങളെ പെങ്ങൾ മരിച്ചിട്ട് പൊട്ടുകാരായോ? പെങ്ങള് മരിച്ചിട്ട് 10-12 കൊല്ലായിടാ. ഓളെ കല്യാണം കഴിക്കുന്ന കാലത്ത് തന്നെ മൂപ്പര് സിയാറത്തായിട്ട് നടക്കുന്ന ആളാ. ഇപ്പോഴും ഈ പോക്ക് നിർത്തിയിട്ടില്ല. വയസ്സ് കുറേ ആയില്ലേ. പെരിയിൽ നിൽക്കാൻ മൂപ്പർക്ക് ഒഴിവില്ല. ഞാനും മൂപ്പരൊക്കെ നേർച്ചയും വഴിപാടൊക്കെ നടത്തിയിട്ടാണ് എപ്പോഴും ഈ നീച്ചെടുക്കണത്. അവനാന്റെ കൂട്ടും കുടുംബം നോക്കാതെ കുറെ നീർച്ചയും വഴിപാടുമായിട്ട് നടന്നിട്ട് എന്താ കാര്യം? എന്നാ ഞാനോട് പോട്ടോ. ആ കഴിഞ്ഞ മാസം ഞങ്ങൾ ഗെറ്റ് ടുഗദർ കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേന്. അപ്പോഴേ ഞങ്ങളൊരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ ഞങ്ങൾ അതിൻ്റെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ നാളെ രാവിലെ പോകുമ്പോഴേ കോഴീനെയൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. എവിടേക്ക് അടിഞ്ഞിട്ട് നിങ്ങൾ ടൂർ പോകാൻ കരുതിയിട്ടുണ്ട്? കുളു മണാലി.
ഈ കണ്ടിട്ടും കേട്ടിട്ടൊന്നുമില്ല അവിടെ. ഈ പെര വിട്ട് പുറത്ത് പോവാത്ത എന്നോടാ ജി കുളിമണാലിന്റെ കാര്യമൊക്കെ പറയണത്. ആ ഈ എന്നും ഇങ്ങനെ അകത്ത് ഇങ്ങനെ ഇരുന്നോ? അനക്ക് എന്താടി എന്റെ മാപ്പിളേനും കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ടൂറൊക്കെ ഒന്ന് പോയാലേ? അതിനൊക്കെ പറ്റിയ മാപ്പിളനെ എന്റെ മാപ്പിള, അതിനൊക്കെ പറ്റിയത് എന്റെ മാപ്പിളയാണ്. അല്ലടി എന്റെ പുതിയാപ്പിള എന്നാ നീ വരുന്നത്? പഠിച്ചോനെ ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലേ എടി, മൂപ്പര് വരുന്നില്ല, ഞാനും കുട്ടികളും അങ്ങോട്ട് പോവുകയാണല്ലോ. അല്ലടി ഇജ്ജേ ഇപ്പൊ പോയി എന്നിട്ട് 6 മാസം കഴിഞ്ഞോ? ഞാൻ വന്നിട്ട് 6 മാസം തന്നെ ആയിട്ടുള്ളൂ. പക്ഷെ മൂപ്പർക്ക് ലീവില്ല, അപ്പൊ ഞാനും കുട്ടികളും അങ്ങോട്ട് പോവുകയാണ്. അല്ലടി ജി ദുബായിക്കൊക്കെ പോകുമ്പോ ബുർജ് ഖലീഫ കണ്ടുക്കുണോ? എന്താ സമീറ ജി പറയുന്നത്? എത്ര വട്ടം കണ്ടിരിക്കണ ഞങ്ങൾ. എനിക്കിപ്പോ അത് ഇഷ്ടം തന്നെയല്ല ബുർജ് ഖലീഫയ്ക്ക് പോകണം. പക്ഷെ എന്റെ ചങ്ങായിക്കുണ്ടല്ലോ, ജോലി കഴിഞ്ഞ് വന്ന് റൂമിലേക്ക് കയറിയ പർപ്പട്ടോളി അറിയും. ഞങ്ങള് മക്കളും കുട്ടികളും ബുർജ് ഖലീഫ കാണാം, ഐസ്ക്രീം തിന്നും, ചോക്ലേറ്റ് തിന്നും, എന്തോ ഒരു രസാച്ചിട്ടാ. എനിക്കതൊക്കെ കാണാൻ പൂതിണ്ടാ? ഇച്ച് കാണാനൊക്കെ പൂതിണ്ടടി. ഞാൻ ഈ കോട്ടക്കുന്ന് അടക്കം കണ്ടിട്ടില്ല. എന്റെ 2 അനുസരിച്ചാളുണ്ടല്ലോ, ഓല് കാണാത്ത സ്ഥലം ഒന്നുമില്ല. ഓലിപ്പോ ദുബായിലല്ലേ ഓര് രണ്ടാളും. എന്റെ പഠിച്ചോനെ, എന്റെ ഒക്കെ ഒരു കാര്യം ആലോചിച്ച് നോക്കാണ് ഞാൻ. ഇച്ചൊക്കെ നോക്കാൻ എന്നും പോക്കൻ്റെയാണ്. ഞാൻ നോക്കാച്ചപ്പോ നാളെ ഗെറ്റ് ടുഗദറിന് പോകാനുള്ളതാണ്. അപ്പൊ എന്നെ കോട്ടയ്ക്ക് പോയി ഒരു ചുരിദാർ ബീറ്റ് വാങ്ങിക്കൊടുത്ത് അടിച്ചാൻ കൊടുത്തിക്കണ്. അത് വാങ്ങാൻ പോകുമ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അല്ല എനിക്ക് ഈ ചുരിദാർ തന്നെ ഉള്ളൂ, ഇന്നാളും ഇതിട്ടിരുന്നു, ഇപ്പോഴും ഇതിടുന്നു. അപ്പൊ എന്തൊക്കെ മാറ്റി ഇടാനൊന്നും ചുരിദാറില്ലേ? ചെടി എന്റെ മാതിരി തരം ചുരിദാറൊന്നുമില്ല. കൊല്ലത്തിൽ ഒരു ചെറിയനാക്ക് എടുക്കും ഞങ്ങളോടെ തുണിയും കുപ്പായും, അല്ലാതെ വേറെ ഒന്നും എടുക്കലില്ല. എൻ്റെ മാതിരി ഒരാളുണ്ടാവില്ലേ ചുറ്റുവട്ടത്ത് ഓരോരുത്തരിടുന്ന ചുരിദാറൊക്കെ നോക്കാച്ച്. എനിക്കെന്താ കുറച്ച് മോഡലിലൊക്കെ ഒന്ന് നടന്നാല് നോക്കാച്ച്. ഞാനിടുന്ന ചുരിദാർ തന്നെ 1000 ഉറുപ്പ്യൻ്റെ ചുരിദാറാണ് ഞാൻ പെരയിലിരുന്നത്. ഞാൻ എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോൾ ഇടുന്നതേ 3000 ഉറുപ്പ്യൻ്റെ ചുരിദാറുകൾ, 4000 ഉറുപ്പ്യ, 5000 ഉറുപ്പ്യൊക്കെയാണ് ഞാൻ. അതന്നെ ഞാൻ അധികം ദിവസമൊന്നും ഇടൂല, കുറച്ച് ഇടുള്ളൂ, പിന്നെ അതാണ് മാറ്റി ഞാൻ. ജി ആരാ ബെല്ലടിക്കുന്നു? ഞാൻ പോയോക്കട്ടെ, ജിബള നിൽക്കാൻ. അല്ലടി ഞാൻ പോട്ടെട്ടാ. ആ നിങ്ങൾ പെരീന്ന് തന്നെയല്ലേ വരുന്നത്? ഞാൻ പെരീന്ന് തന്നെ വരുന്നത്. ഈ പുസ്തകം നാളെ അവിടെ വന്നപ്പോ മറന്നു വെച്ച് പോകുന്നതല്ലേ, ഓനോട് പറഞ്ഞു വെച്ചിവിടെ ഇന്ന് കൊണ്ടുവരാന്. ഞാൻ അപ്പൊ അതും പോന്നപ്പോൾ കയ്യിൽ വെച്ചതാ. ഞാൻ അതിനോട് കൊറേ പറഞ്ഞതാണ് പെരി പോയിക്കാണ്ട പെണ്ണിന്റെ പുസ്തകം എടുത്തോണ്ടിരുന്നു. പറഞ്ഞാ കേക്കണ്ടതിന്. ഓനല്ലെങ്കിലും അങ്ങോട്ട് വരാൻ ഭയങ്കര മടിയല്ലേ. അബ്ബാസാക്കാന്റെ കാര്യം പറയാതിരിക്കാ നല്ലത്. പിന്നെ പെണ്ണുമ്മയും കുഞ്ഞോളും ഇങ്ങക്ക് വിളിച്ചിരുന്ന ദുബായിന്ന്. ഓല് എല്ലാരും കൂടി 2 ദിവസം മുന്നേ വിളിച്ചിരുന്നു, വീഡിയോ കോളാണ് ചെയ്തിരുന്നത്. അപ്പൊ പറഞ്ഞു ഇന്ത്യയും ഇമ്മാന്റെയും പാസ്പോർട്ട് ഒന്ന് പുതുക്കാന് അങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ള പരിപാടിയാണെന്നാ പറയുന്നത്. ഓലെ എന്നോട് വിളിച്ചപ്പോഴും പറഞ്ഞീന് ഉപ്പാനും ഇമ്മാനും വിസിറ്റിങ്ങിന് ഒന്ന് കൊണ്ടുപോകണമെന്ന്. നിങ്ങൾക്ക് ഇപ്പൊ ആമക്കളില്ലെങ്കിലേ നിങ്ങളെ 2 ചെറിയ മരക്കളെ കൊണ്ട് നിങ്ങൾക്ക് ദുബായ് കാണാനൊരു ഭാഗ്യം ഉണ്ടായല്ലോ. നിങ്ങളെ വലിയ മാരോനെ കൊണ്ട് ഒരു ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓപ്പ ഈ നാട്ടില് മീൻ കച്ചവടം ചെയ്ത് കാണും, ഇന്ന താക്കാടാനൊന്നും കഴിയൂല. ഓലിപ്പോ അവിടെ 2 നല്ല സെറ്റപ്പിലായതുകൊണ്ട് ഞങ്ങളാണ് കൊണ്ടുപോകാന്നല്ലേ ഉള്ളൂ. ഏതായാലും എന്റെ അനുസരിച്ചാള് കഴിച്ചിലായി. അമ്മായിന്റെ മോനെ കൊണ്ട് നിങ്ങൾ ഇന്നെ കെട്ടിച്ചു, അതുകൊണ്ട് ഞാൻ ഇടങ്ങാറിലും ആയി. എന്താ ഇടങ്ങാറാ എനിക്ക്? ഓനെ കൊണ്ട് കെട്ടിച്ചണമെന്ന് ഞാൻ എന്നോട് ചോദിച്ചില്ലേ, അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അനുസത്തികള് 2 ഇപ്പൊ ദുബായി പോയി കഴിച്ചിലായിട്ട് ഇജ്ജ് ഇവിടെ അതിന് ഒരു ഇടങ്ങാറിലും അല്ല. എനിക്കും ഇവിടെ നല്ല സുഖം തന്നെയാണ്. പുറത്തുനിന്ന് നോക്കിയാൽ എനിക്ക് നല്ല സുഖാണ്. എന്റെ ഉള്ളുകളി ആർക്കും അറിയില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. 10-18 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെ ആയിട്ടേ നല്ലൊരു സ്വഭാവത്തിൽ എന്നോടൊരു വർത്താനം പറഞ്ഞിട്ടില്ല. പിന്നെ അതുമല്ല, ഇത്രയും കാലമായിട്ട് ഇനിയും കുട്ടികളെ ഒന്ന് ടൂറ് കൊണ്ടുപോയെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആ കുടിക്ക് വരിക എന്നല്ലാതെ ഈ പേരന്റ് ഔത്തുനിന്നേ പുറത്തേക്ക് ഇറങ്ങലില്ല, ഒരു ജയിലിലിട്ട മാതിരിയാണ്. എനിക്കിപ്പോ ടൂറ് പോവാത്തതാ പരാതി. ദിവസം പണിക്കൊയ്ക്കാണ്ട് അന്നെ നോക്കണില്ലേ, അന്നെ പട്ടിണി കിട്ടിട്ടൊന്നുമില്ലല്ലോ. കൊറേ തിന്നാൻ കൊണ്ടുവന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്കും കൊറേ മോഹങ്ങളൊക്കെ ഉണ്ട്. എന്റെ മാപ്പിളല്ലേ അതൊക്കെ സാധിപ്പിച്ചു തരാനുള്ളത്. ഇങ്ങനൊക്കെ ഒരു ഉള്ളുകള്ളി ഇതിന്റെ ഉള്ളിലുണ്ടോ? ഇതൊന്നും ഞാൻ ഒന്നും അറിയില്ലല്ലോ. എന്റെ ഇമ്മയും അമ്മമാരും അന്ന് തന്നെ പറഞ്ഞു കുടുംബത്തേക്ക് ഈ കല്യാണം നടത്തണ്ടാന്ന്. പിന്നെ എന്റെ പെങ്ങള് തെറ്റല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇതിനാണ് സമ്മതിച്ചതാണ്. ഇതിപ്പോ ഒരു അബദ്ധമായി മാറിയോ?